ഇന്ദിരാ ഗ്യാരണ്ടികളിലൂന്നി വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ആർത്തവാവധിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം. പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. വനിതകളോടുള്ള സർക്കാരിന്റെ ആഭിമുഖ്യം വെളിവാക്കുന്നതാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ UDF സർക്കാരിന് വേണ്ടി നടത്തിയ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗഹൃദപരമായ രീതിയിലാക്കുമെന്ന് നയപ്രഖ്യാപനം ഉറപ്പു നൽകുന്നു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്ന കാഴ്ചപ്പാടൂന്നിയാകും ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവാവധി നൽകും. പഠനത്തിൽ കുട്ടികൾ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും സംഘടിപ്പിക്കും. Our commitment to girl students is reflected in Project Menstrual Dignity, under which we intend to make educational institutions and public spaces friendly for girls and women. My government also plans to announce up to 3 days of monthly menstrual leave for school students. വയോമിത്രം പദ്ധതി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നതാണ് നയപ്രഖ്യാപനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഡിമെൻഷ്യ രോഗികൾക്ക് വേണ്ടി പകൽ വീടുകളും സ്മൃതി കഫേകളും വ്യാപിപ്പിക്കും. സാമൂഹ്യനീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ച, പാരിസ്ഥിതിക ഉത്തരവാദിത്തോടെയുള്ള ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം, സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും ഈ കാഴ്ചപ്പാടിലൂന്നിയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സംശുദ്ധ ഭരണവും ധനപരമായ ഉത്തരവാദിത്വവും ഭരണകാര്യക്ഷമതയും പിന്തുടരുന്നതാകും പുതിയ സർക്കാരിന്റെ ഭരണമെന്നും നയപ്രഖ്യാപനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സമ്മർദ്ദത്തിലാണെന്നും പൊതുധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കുമെന്നും നയപ്രഖ്യാപനത്തിലും ആവർത്തിക്കുന്നുണ്ട്. പ്രകടന പത്രികയുടെ ഭാഗമായ ഇന്ദിരാ ഗ്യാരണ്ടികളെക്കുറിച്ചും പരാമർശമുണ്ട്. കൃഷിയായിരിക്കും സർക്കാരിന്റെ പ്രധാന മുൻഗണന. വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കും. മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബ്, ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം, മലബാർ ടെമ്പിൾ, പിൽഗ്രിം പ്രോജക്ട് തുടങ്ങിയ പ്രഖ്യാപനങ്ങളും നയപ്രഖ്യാപനത്തിൽ കാണാം. ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിനെ IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.